മണി കാൺ ബൈ ഹാപ്പിനെസ് വെറുതെ പറയുന്നതാണ്. പൈസ കൊടുത്ത എല്ലാ കാര്യങ്ങളും മേടിക്കാൻ പറ്റില്ല. മണി ഈസ് നോട്ട് എവറിത്തിങ്. പക്ഷെ നിങ്ങൾക്ക് ഹാപ്പിനെസ്സും വാങ്ങാൻ പറ്റും. ലക്ഷറി കാർ, വീട്, ജ്വല്ലറി, എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത്സ്, ഇതൊക്കെ മേടിക്കുന്നത് മാത്രമല്ല ഹാപ്പിനെസ്. ചിന്തിച്ചു നോക്കുക, നമ്മളുടെ പേരൻസ് അവർക്കൊരു റിട്ടയർമെന്റ് ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അവർക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അവരെ യാത്ര അയച്ച് ഇനി അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇതിനൊക്കെ പൈസ വേണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ്സും കിട്ടും. ഇനി നമ്മുടെ കൂടെയുള്ള ആളുകൾ സഫർ ചെയ്യാണ്, നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊടുത്ത് അവരെ സഹായിക്കാൻ പറ്റും. അതിലൂടെ അവരും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. നമ്മുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പൈസ വേണം, അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പൈസ വേണം. ഇനി നല്ല ഭക്ഷണം കഴിക്കണമെങ്കിലോ അതിനും പൈസ വേണം. ഇന്നത്തെ കാലത്ത് ജങ്ക് ഫുഡ് കഴിക്കണേക്കാളും എക്സ്പെൻസീവ് ആണ് ഹെൽത്തി ഫുഡ് കഴിക്കാൻ. ശരിയാണ്, സ്നേഹവും ആരോഗ്യവും പൈസ കൊടുത്താൽ കിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും പൈസ വേണം. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ 90% അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾക്കും പൈസ വേണം. ഈ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു, പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം, സമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കയ്യിൽ പൈസ ഇല്ല, സമാധാനം ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് പൈസ ഉണ്ടായിട്ട് ഒരു ഇത്തിരി സമാധാനം കുറഞ്ഞാലും കുഴപ്പമില്ല എന്നല്ലേ. നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നതല്ലേ മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന്. ഇനി കയ്യിൽ കുറച്ച് പൈസ വന്നോട്ടെ, ഫിലോസഫിയൊക്കെ അങ്ങ് മാറും, ഹാപ്പിനെസ് താനേ വരും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?